കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്ത് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂഴിക്കുന്നേൽ വീട്ടിൽ ലീന ജോസാണ് മരിച്ചത്. കഴുത്തിന് മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലീനയും ഭർത്താവിന്റെ പിതാവുമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം? പ്രാഥമികമായ ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് തന്നെ തുടരുകയാണ്. രാത്രി 12:30 മകൻ വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തി, അമ്മയെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ഏറ്റുമാനൂർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. എന്തായാലും പോലീസ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഈ വീട്ടിലുണ്ടായിരുന്നവരോടൊക്കെ അവരുടെയൊക്കെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലീനയ്ക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊരു ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണോ അതല്ല ആത്മഹത്യയാണോ എന്നത് സ്ഥിരീകരിക്കാനുള്ള പ്രാഥമിക ശ്രമമാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഒരു വെട്ടുകത്തി ഉൾപ്പെടെ മറ്റൊരു കത്തിയും ഈ സംഭവ സ്ഥലത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട്. കഴുത്തിന് മാരകമായി മുറിവേറ്റിട്ടുണ്ട്. അതാണ് പോലീസിനെ സംബന്ധിച്ചുണ്ടാകുന്ന സംശയങ്ങൾ. എന്തായാലും നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. വൈകാതെ ഇതിനുശേഷം ഇത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കും. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കൊലപാതകമാണോ, മരണം എങ്ങനെ സംഭവിച്ചു, ആത്മഹത്യയാണോ എന്നത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്താണ് വീട്ടമ്മയെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. പൂഴിക്കുന്നേൽ വീട്ടിൽ ലീന ജോസാണ് മരിച്ചത്. എന്തായാലും പ്രാഥമികമായ അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. ജി ശ്രീജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.